കോൺഗ്രസിൽ ഒരു വിഭാഗം AICCക്ക് പരാതി നൽകാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ വി.ഡി. സതീശനും എം ഹസനും കെ.സി. വേണുഗോപാലും അടക്കമുള്ള നേതാക്കൾ തരൂരിനെ തള്ളി രംഗത്തെത്തുമ്പോഴും തന്റെ നിലപാടിൽ മാറ്റമില്ല. താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 16 വർഷമായി പറയുന്ന കാര്യം തന്നെയാണ്. എന്നും വികസനത്തിനൊപ്പം തന്നെയാണ് തന്റെ കാഴ്ചപ്പാടെന്ന് അടിവരയിടുന്നു, ആവർത്തിക്കുന്നു. ശശി തരൂർ താൻ രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് വളരെ വൈകിയാണ്. തുടക്കം മുതൽ തന്നെ എന്നും വികസനത്തിനൊപ്പമാണ് തന്റെ കാഴ്ചപ്പാടെന്നും പറയുകയാണ് ശശി തരൂർ. ഹാൻസിന്റെ വിവരങ്ങളുമായിട്ട് ഹാൻസ്, ഈ ശശി തരൂരിന്റെ ലേഖനം വലിയ വിവാദമാകുമ്പോഴും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരു പൊട്ടിത്തെറിക്ക് സമാനമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ പോലും തരൂർ തിരുത്താൻ തയ്യാറല്ല. തീർച്ചയായും സേതുലക്ഷ്മി ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അടക്കം തന്റെ നിലപാടിൽ ഉറച്ചു തന്നെയാണ് ശശി തരൂർ നിലനിൽക്കുന്നത്. കാരണം താൻ പറഞ്ഞ ലേഖനത്തിൽ പ്രധാനമായും കഴിഞ്ഞ കാലയളവിലെല്ലാം കേരളത്തിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, വളർച്ച ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് തന്നെയാണ് താൻ പറഞ്ഞത് എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞ കാലയളവിലെല്ലാം ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്ന കാലയളവിലെല്ലാം എത്ര തരത്തിലുള്ള വികസനം ഉണ്ടായി, അവരാണ് ഇതിനെല്ലാം തുടക്കം കുറിച്ച് എന്നുകൂടി തരൂർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, കേരളത്തിൽ പണ്ട് ഒരു വ്യവസായം കൊണ്ടുവരണമെങ്കിൽ ഈ ചുവന്ന കൊടി ചൂടിയവർ തന്നെ ചുവന്ന കൊടിയുമായി വരുമായിരുന്നു. സംരംഭകർക്ക് യാതൊരു വിധത്തിലുള്ള പിന്തുണയും ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവർ തന്നെ ആ അവസ്ഥ മാറ്റിയിട്ടുണ്ട് എന്നാണ് ശശി തരൂർ പ്രധാനമായും പറയുന്നത്. പിന്നെ ഇതിനോടൊപ്പം തന്നെ എം ഹസന് മറുപടി നൽകുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിട്ടുണ്ട്. താൻ സ്ഥാനത്ത് നിന്ന് ഒഴിവാകണമെന്ന് ഹസൻ സൂചിപ്പിച്ചതിന് പകരമായിട്ട് തരൂരിന്റെ മറുപടി സ്ഥാനം ഒഴിയാൻ ആവശ്യമുണ്ടെങ്കിൽ ഒഴിയാം എന്ന് തന്നെയായിരുന്നു. ഇതിനോടൊപ്പം തന്നെ താൻ ഈ കാര്യം പറയാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 16 വർഷമായി താൻ ഈ കാര്യം തന്നെയാണ് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞ മാസങ്ങളിലും അല്ലെങ്കിൽ തുടർച്ചയായി താൻ പത്രങ്ങളിൽ ലേഖനം എഴുതി നൽകാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് സ്വകാര്യ പരിപാടികളിലും താൻ ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ആ സമയത്ത് അതൊന്നും വിവാദമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇത് മാത്രം വിവാദമായി ഉയർന്നു വരുന്നു. പക്ഷേ എന്നിരുന്നാലും തന്റെ നിലപാടിൽ തന്നെയാണ് ശശി തരൂർ ഉറച്ചു നിൽക്കുന്നത്. കേരളത്തിന്റെ മുഴുവൻ എക്കണോമിയെക്കുറിച്ച് താൻ പറഞ്ഞിട്ടില്ല. ഈ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമാണ് പ്രധാനമായും ഉദ്ദേശിച്ചത്. പാർട്ടി പൊളിറ്റിക്സ് അല്ല താൻ പറഞ്ഞത്, അല്ലെ വ്യക്തിപരമായ നിലപാടാണ് പറഞ്ഞത്. വിവാദമാക്കാൻ തുടങ്ങിയപ്പോഴാണ് വിശദീകരണവുമായി രംഗത്തെത്തേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നും ശശി തരൂർ കൂട്ടിച്ചേർക്കുന്നു. ഇതിനോടൊപ്പം തന്നെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ 100% ശരിയാണെന്ന് ഒരിക്കലും താൻ പറയുന്നില്ലെന്നും ശശി തരൂർ ചൂണ്ടിക്കാണിച്ചു. ഞാൻ പറയുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് വേറെ ഫാക്ട്സ് കൊണ്ടുവരാം. കാരണം നമുക്കറിയാം, നേരത്തെ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരായുള്ള പരാമർശങ്ങളുമായി എത്തിയിരുന്നു. ഏത് ഡാറ്റ ഉപയോഗിച്ചാണ് ശശി തരൂർ ഇത്തരം ഒരു പരാമർശം നടത്തിയെന്നടക്കമാണ് വി.ഡി. സതീശൻ ചോദിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ശശി തരൂർ തിരിച്ചൊരു ചോദ്യം ഉന്നയിക്കുന്നത്. ഞാൻ പറയുന്നത് ഇഷ്ടമല്ലാത്തവർ വേറെ ഫാക്ട്സ് കൊണ്ടുവരട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ തൊഴിലില്ലായ്മ കേരളത്തിലെ വലിയൊരു പ്രശ്നമാണെന്നും അങ്ങനെ പല പ്രശ്നങ്ങളെക്കുറിച്ചും താൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്നും അതിനോടൊപ്പം തന്നെ അടുത്ത വർഷം നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ തങ്ങൾ ജയിക്കുമ്പോൾ, തങ്ങൾ ഭരണപക്ഷത്തെത്തുമ്പോൾ പ്രതിപക്ഷത്തുള്ളവരും തങ്ങളോട് ഇത്തരത്തിൽ പെരുമാറണമെന്നും ഇത്തരത്തിൽ ലേഖനത്തിൽ പറയുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതിനോടൊപ്പം തന്നെ പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ശരിയാണെങ്കിൽ, അല്പസമയം മുമ്പാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. അദ്ദേഹം പി.കെ. കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയായിരുന്നപ്പോൾ നിരവധി വ്യവസായങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, നിരവധി വിപ്ലവമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. തിരുവനന്തപുരം ടെക്നോ പാർക്കിനടക്കം അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ശരിയാണെങ്കിൽ അത് തിരുത്താൻ തയ്യാറാണെന്നും ശശി തരൂർ ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെറ്റ് ബോധ്യപ്പെട്ടാൽ തിരുത്തി എഴുതും. എല്ലാ മാസവും പത്രത്തിൽ ലേഖനം എഴുതുന്നതാണ്. കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ ബോധ്യപ്പെട്ടാൽ തിരുത്തുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ ഈ പത്രലേഖനത്തിൽ വിശദീകരിച്ചിരുന്ന മറ്റൊരു കാര്യമുണ്ടായിരുന്നു. മോദി ട്രംപ് കൂടിക്കാഴ്ച ഒരു അടഞ്ഞ മുറിയിലാണ് സംഭവിച്ചത്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്? ഇപ്പോൾ നേരത്തെ നമ്മൾ ഇന്ത്യക്കാരെ അമൃതസറിലേക്ക് കൊണ്ടുവന്നപ്പോൾ കാലിൽ ചങ്ങലണിയിച്ചാണ് കൊണ്ടുവന്നത്. ഈ കാര്യങ്ങളെല്ലാം ഈ അടച്ചിട്ട മുറിയിൽ വിശദീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചർച്ചയായിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ചർച്ച അല്ലെങ്കിൽ ആ ഒരു കൂടിക്കാഴ്ച തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് എന്നും അദ്ദേഹം പറയുന്നു. വികസനത്തിന് വേണ്ടി ആര് മുന്നോട്ടിറങ്ങിയാലും അതിന് തങ്ങൾ തപ്പുകൊട്ടണം, അല്ലെങ്കിൽ ഞാൻ തപ്പുകൊട്ടും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പ്രധാനമായും ശശി തരൂർ സൂചിപ്പിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ നിലപാട്, അല്ലെങ്കിൽ ഇടതുപക്ഷം ആവശ്യപ്പെടുന്നത് പോലെ തന്നെ ഈ വികസനം കഴിഞ്ഞ ഒരു ഭരണ കാലയളവിൽ കേരളത്തിൽ വികസന നേട്ടമുണ്ടായി. നേരത്തെ മന്ത്രി പി രാജീവ് അടക്കം പറഞ്ഞതുപോലെ 3 ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകളും അല്ലെങ്കിൽ വ്യവസായങ്ങളും സംസ്ഥാനത്തുണ്ടായി. ശരി ഹാൻസ്, പി.കെ. കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാണിച്ചതുപോലെ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണെന്ന് തരൂർ പറയുമ്പോഴും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. കുഞ്ഞാലിക്കുട്ടിയുടെ കാലത്ത് 200ഓളം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി എന്നുള്ളത്. തരൂർ തിരുത്താൻ തയ്യാറല്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു ഹാൻസ് ജോൺ.